ആദിൽ പാലോട് കൂടിയുണ്ട്. അതിൽ നമുക്കറിയാം ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു ശാക്തിക ചേരിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കയൊക്കെ തന്നെ ഇത് ആശങ്കപ്പെടുത്തുന്നത്. ചൈനയുണ്ട്, ഒപ്പം ബ്രസീലുണ്ട്, ഇറാനുണ്ട്, ഈജിപ്ത് ഉണ്ട്. അങ്ങനെ ബ്രിക്സ് കൂട്ടായ്മ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന തോന്നലാണോ ഇപ്പോൾ ട്രംപിനെ ഇതിലേക്ക് നയിച്ചിരിക്കുന്നത്, ഇത്തരത്തിലൊരു ഭീഷണിയിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യമാണുള്ളത്. എന്നാൽ ഡോളറൈസേഷൻ പരിഗണനയിലില്ല എന്ന് തന്നെയാണല്ലോ ഇപ്പോഴത്തെ ഒരു നിലപാട്. കഴിഞ്ഞ മാസം തുടങ്ങിവെച്ച ചർച്ചകളൊക്കെ തന്നെ ഈ ഡോളറിനെതിരെയല്ല, പകരം മറ്റൊരു സാമ്പത്തിക ശക്തി എടുക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറയുന്നത്. ഏതായാലും ഈ ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോൾ മോദി ട്രംപ് ബന്ധം വളരെ നല്ല നിലയിൽ പോയിരുന്നതാണ്. ഇപ്പോൾ അത് ഉലച്ചിലേക്ക് എത്തുമോ? അങ്ങനെയാണോ കാര്യങ്ങൾ പോകുന്നത്? ഇന്ത്യയുടെ ഒരു പ്രതികരണം എന്താണ് ട്രംപിന്റെ ഈ ഭീഷണിയോട്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രൂപയുടെ വിപണി മൂല്യം കൂട്ടുകയും മൂല്യം വർദ്ധിപ്പിക്കുകയും ഒക്കെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെയും ഒപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും നിരന്തര പരിഗണനയിലും സജീവ പ്രവർത്തനങ്ങളിലുമുള്ള വിഷയമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷേ റഷ്യയിൽ കഴിഞ്ഞ മാസം നടന്ന ബ്രിക്സ് യോഗത്തിൽ പ്രധാന ആവശ്യമായി ഇത് ഉന്നയിച്ചത് റഷ്യയാണെന്നതുകൂടി ഓർക്കണം. ഇപ്പോൾ വന്നിരിക്കുന്ന ട്രംപിൻ്റെ പ്രതികരണവും പ്രകോപനവും ഇതുകൊണ്ടുകൂടി ആയിരിക്കാം. ബ്രിക്സ് പേ എന്ന പേരിൽ ഒരു പേയ്മെൻറ്റ് സംവിധാനം രൂപീകരിക്കണമെന്നതടക്കം ഉള്ള ആവശ്യങ്ങൾ റഷ്യ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകളും നടന്നിരുന്നു. ബാക്കിയുള്ള രാജ്യങ്ങൾ, ബ്രിക്സ് അംഗ രാജ്യങ്ങളൊക്കെയും അനുകൂല സമീപനമാണ് സ്വീകരിച്ചത്. കാരണം ഒരു പൊതുവായി പ്രത്യേകിച്ച് ചൈന, റഷ്യ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ലോകത്തിലെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരുപോലെ ഒരു പേയ്മെൻറ്റ് സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് സംവിധാനത്തിലേക്കൊക്കെ വന്നാൽ ഒരുപക്ഷെ ഡോളറിനെ അത് ഭീഷണിയാവും. യൂറോപ്ക്ക് സമാനമായി വലിയ തോതിൽ മൂല്യമുള്ളൊരു വിപണിയായി അത് മാറാനുള്ള സാധ്യത സാമ്പത്തിക വിദഗ്ധർ കൽപ്പിച്ചു നൽകിയിരുന്നു. അതിനൊക്കെയുള്ള സാധ്യത ഇന്ത്യയും തേടിയിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ രൂപയുടെ മൂല്യം നാൾക്ക് നാൾ താഴോട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത്. അതെങ്ങനെയും മുകളിലേക്ക് കയറ്റുക എന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പലതരം പരിപാടികൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ട്രംപിൻ്റെ പരാമർശം, ഭീഷണി ഒരുപക്ഷെ ഇന്ത്യക്ക് മേലുള്ള തിരിച്ചടിയാണെങ്കിൽ കൂടി, നീക്കങ്ങൾക്കുള്ള തിരിച്ചടിയാണെങ്കിൽ കൂടി അമേരിക്കയുമായി സൗഹൃദത്തിൽ മുന്നോട്ട് പോവുക എന്നതാണ് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കരുതലോടെ മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഒപ്പം വിദേശകാര്യ മന്ത്രാലയവും ആലോചിക്കുന്നത്. സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രതികരണമൊന്നും വന്നിട്ടില്ലെങ്കിൽ കൂടി അമേരിക്കയെ പിണക്കരുത്, ഇപ്പോൾ വരുന്ന ഭീഷണിയെ തൽക്കാലം മൗനം കൊണ്ട് നേരിടുക എന്നതാണ് നിലവിൽ നമ്മൾ കാണുന്ന സ്ഥിതി. ഇനി അടുത്ത ഘട്ടത്തിൽ എന്താകും തുടർ നീക്കങ്ങൾ, മറ്റ് രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ എന്താകുമെന്നതുകൂടി നോക്കിയായിരിക്കും ഇന്ത്യ ഒരു സ്റ്റാൻഡ് ഈ വിഷയത്തിൽ എടുക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ട്രംപിൻ്റെ ഈ പ്രതികരണവും ഭീഷണിയും ഇന്ത്യയുടെ നീക്കങ്ങൾക്കും ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്കും മേലുള്ള ഒരു വലിയ വെല്ലുവിളിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. വിനീത.